വിശദമായ വാർത്തകളിലേക്ക്. വനം വകുപ്പിന്റെ ദൌത്യസംഘം പിടികൂടിയ കാട്ടാന PM2 ഇനി മുത്തങ്ങയിലെ ആനപ്പന്തിയിൽ. കുങ്കിയാനകളുടെ സഹായത്തോടെ ലോറിയിൽ കയറ്റിയ ആനയെ 12:30യോടെയാണ് മുത്തങ്ങ ആനപ്പന്തിയിൽ എത്തിച്ചത്. ആനയെ കൂട്ടിലേക്ക് മാറ്റി. സുൽത്താൻ ബത്തേരി നഗരത്തിൽ ഭീതി പരത്തിയ PM2വിനെ ഇന്ന് രാവിലെ 9 മണിയോടെ മുണ്ടകൊല്ലി വനമേഖലയിൽ വെച്ചാണ് മയക്കുവെടി വെച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുകയാണ്. രതീഷ്, ഈ ആനയെ കൂട്ടിലേക്ക് മാറ്റുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഇനി എന്തൊക്കെ നടപടികളാണ് ഇനി നടക്കാനിരിക്കുന്നത്? ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇതിനെ കുങ്കിയാനയായി മറ്റും പരിശീലനം നടത്തുമെന്നാണ് അറിയാൻ സാധിച്ചത്. രതീഷ്. തീർച്ചയായും PM2 മിഷൻ PM2 വനംവകുപ്പിനെ സംബന്ധിച്ച് വലിയ അഭിമാനം നൽകുന്ന ഒരു വിജയ ദിവസമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വളരെ സാഹസികമായതാണ് PM2 എന്ന പന്തലൂർ മക്നു എന്ന ഈ മോഴയാനയെ, അക്രമകാരിയായ മോഴയാനയെ ഈ 2 ദിവസത്തെ വലിയ പരിശ്രമങ്ങൾക്ക് ഒടുവിൽ ഇന്ന് രാവിലെ 9 മണി മുണ്ടക്കൊല്ലി വനമേഖലയിൽ വെച്ച് വനംവകുപ്പ് പ്രത്യേക ദൌത്യസംഘം മയക്കുവെടി വെച്ചത് പിടികൂടിയത്. തുടർന്ന് അവിടെ നിന്ന് കുങ്കിയാനകളുടെ സഹായത്തോടു കൂടിയാണ് വനംവകുപ്പിന്റെ പ്രത്യേകം സജ്ജീകരിച്ച കൂട് ഉൾപ്പെടെ തയ്യാറാക്കിയ ലോറിയിൽ ഇതിനെ കയറ്റുകയും അതിനെ തുടർന്ന് അവിടെ നിന്ന് മുത്തങ്ങ ആനക്യാമ്പിലേക്ക് കൊണ്ടുവരും. മുത്തങ്ങ ആനക്യാമ്പിൽ P27 വേണ്ടി തയ്യാറാക്കിയ കൂട്ടിലാണ് PM2വിനെ കൂട്ടിലേക്ക് മാറ്റിയത്. വളരെ സാധാരണഗതിയിൽ കുങ്കിയാനകളെ തന്നെ ഉപയോഗിച്ചിട്ടാണ് ഇത്തരം കാട്ടാനകളെ കൂട്ടിലേക്ക് മാറ്റാറ്. എന്നാൽ താരതമ്യേന വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ല എന്ന ധാരണയിൽ തന്നെ വലിയ ആത്മവിശ്വാസത്തോടെ പരിചയസമ്പന്നരായ വനംവകുപ്പിന്റെ ഈ ക്യാമ്പിലെ തൊഴിലാളികളും വിദഗ്ധരായ ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്നുകൊണ്ട് വെറ്ററിനറി ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിൽ ഇതിനെ കൂട്ടിലേക്ക് മാറ്റുകയായിരുന്നു. ഇതിനിടയിൽ ഈ മാറ്റുന്നതിനിടയിൽ ചെറിയ തോതിൽ ഡോക്ടർ അരുൺ സക്രിയെ ആന തുമ്പിക്കൈ കൊണ്ട് ഇടതുകാലിൽ ചുറ്റിപ്പിടിക്കുകയും വലിക്കുകയും ചെയ്തു. ചെറിയ ചതവ് അദ്ദേഹത്തിന് കാലിനുണ്ട്. അതൊഴിച്ചാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ലാതെ തന്നെ PM2വിനെ കൂട്ടിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മുത്തങ്ങ ആന ക്യാമ്പിന് ഒരു പുതിയ അതിഥി കൂടി വന്നിരിക്കുന്നു. മുത്തങ്ങ ആന ക്യാമ്പിലേക്ക് പുതിയ അതിഥിയെ ഈ മികച്ച കുങ്കിയാനയാക്കി മുത്തങ്ങ ക്യാമ്പുകാർ മാറ്റും എന്നാണ് പ്രതീക്ഷ. എന്തായാലും ബത്തേരിക്കാർക്ക് ആശ്വസിക്കാം. അക്രമകാരിയായ PM2 മുത്തങ്ങ ക്യാമ്പിലെ കൂട്ടിനുള്ളിലായിരിക്കുന്നു, മുത്തങ്ങ ആനപ്പന്തിയിലെ കൂട്ടിലായിരിക്കുന്നു. ഇനി മികച്ച കുങ്കിയാനിയായി വന്യജീവി ആക്രമണ വിഷയങ്ങളിൽ ഇടപെടാൻ വനംവകുപ്പിന്റെ സേനയിൽ പ്രധാന പ്രവർത്തനം നടത്തുന്ന ഒരു മികച്ച കുങ്കിയാനിയായി തന്നെ ഈ PM2 ഇനി മാറുമെന്നാണ് കരുതുന്നത്. അതിനുള്ള ഇനിയിപ്പോൾ ഈ ആനപ്പന്തിയിലെ കൂട്ടിൽ പൂർണ്ണമായും അകപ്പെട്ട PM2 ഇനി PM2വിനെ നിരവധി തരത്തിലാണ് ഈ ചട്ടങ്ങൾ പഠിപ്പിച്ച് മെരുക്കിയെടുക്കേണ്ടതുണ്ട്. അത് മാസങ്ങൾക്കുള്ളിൽ വിദഗ്ധരായ തൊഴിലാളികളും പരിശീലകരും ഉൾപ്പെടെ മുത്തങ്ങ ആനക്യാമ്പിലുണ്ട്. അവർ മികച്ച കുങ്കിയാനയായി PM2വിനെ പ്രയോജനപ്പെടുത്തുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും എല്ലാവർക്കും ആശ്വാസം ആയിക്കൊണ്ടാണ് വലിയ രീതിയിൽ ആളുകളെ ഭീതി പരത്തിയ PM2വിനെ വനംവകുപ്പ് ഏറെ സാഹസികമായി പിടികൂടിയത്, സുരക്ഷിതമായി ക്യാമ്പിലെ കൂട്ടിലാക്കിയത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രതീഷ് വാസുദേവനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പാലക്കാട് ധോണിയിലിറങ്ങിയ PT7 എന്ന കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും. വയനാട് PM2 കാട്ടാനയെ മയക്കുവെടി വയ്ക്കാൻ പോയ ദൌത്യസംഘം അടുത്ത ദിവസം മടങ്ങിയെത്തുന്നതോടെയാകും നടപടികൾ ആരംഭിക്കുക. വയനാട് PM2 കാട്ടാനയെ പിടികൂടാനുള്ള ദൌത്യം വിജയിച്ചു. ഇനി ധോണിയിലെ PT7 എന്ന കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടുകയാണ് അടുത്ത ലക്ഷ്യം. ഇതിനായി വയനാട്ടിലുള്ള ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള ദൌത്യസംഘം അടുത്ത ദിവസം പാലക്കാടെത്തും. PT7നെ തളയ്ക്കാനുള്ള കൂടിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. പ്രദേശത്ത് കുങ്കിയാനയും നിരീക്ഷണം നടത്തുന്നുണ്ട്. ഇന്നിപ്പോൾ PM2നെ പിടിച്ചതുകൊണ്ട് 2 ദിവസത്തിനകം അവർ തിരികെ എത്തുകയും നമുക്കൊരു 3-4 ദിവസത്തിനകം തന്നെ കൂടിന്റെ പണി പൂർത്തിയാക്കിയാൽ ഉടനെ തന്നെ ഡോക്ടറുടെ സഹായത്തോടു കൂടിയിട്ടും നമുക്ക് PT7നെ മെരുക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് വനംവകുപ്പ്. ധോണി ജനവാസ മേഖല കൂടുതലുള്ള പ്രദേശമായതിനാൽ ആനയെ പിടികൂടുന്നത് ഏറെ ദുഷ്കരമായ ദൌത്യമാണെന്ന് രഞ്ജിത്ത് പറഞ്ഞു. ഒരാഴ്ചയ്ക്കകം PT7നെ പിടികൂടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് 18 പാലക്കാട്.
കാസർഗോഡ് ഓട്ടോയിൽ സ്കൂളിലേക്ക് പോവുകയായിരുന്ന കുട്ടികൾക്ക് കടന്നൽ കുത്തേറ്റു. ചെമ്മനാട് വെസ്റ്റ് UP സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് കുത്തേറ്റത്. 9 വിദ്യാർത്ഥികൾക്കും ഡ്രൈവറിനും കടന്നൽ കുത്തേറ്റു. 2 ഓട്ടോകളിലായി പോവുകയായിരുന്നു കുട്ടികൾ. ചെമ്പരിക്ക സ്വദേശികൾക്കാണ് കുത്തേറ്റത്. തിരുവനന്തപുരം തിരുവല്ലം കോവളം ബൈപ്പാസിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. മീൻ കയറ്റി വന്ന ലോറി ബൈക്കിലിടിച്ചായിരുന്നു അപകടം. വിഴിഞ്ഞം സ്വദേശിയായ ഹാരിസ് ഖാനാണ് മരിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ മുന്നിൽ കുടുങ്ങിയ ബൈക്കിന് തീപിടിച്ചു. 250 മീറ്ററോളം ദൂരം ബൈക്കിനെ ലോറി വലിച്ചിഴച്ചു കൊണ്ടുപോയതായി ദൃക്സാക്ഷികൾ പറയുന്നു. പാലക്കാട് വാളയാറിൽ കാർ അപകടം. ദേശീയപാതയിൽ തെരുവ് നായ കുറുകെ ചാടിയതിനെ തുടർന്ന് കാർ തലകീഴായി മറിയുകയായിരുന്നു. അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. നിലമ്പൂർ പാട്ടുത്സവ നഗരിയിൽ മരണക്കിണർ അപകടം. ബൈക്ക് റേസിംഗിനിടെ തെന്നി വീണ ബൈക്ക് റേസർക്ക് പരിക്കേറ്റു. കർണാടക സ്വദേശിയായ അബ്ദുൾ ഖാദറിനാണ് പരിക്കേറ്റത്. ഇയാളെ ആദ്യം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പരുക്ക് ഗുരുതരമായതിനാൽ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അബ്ദുൾ ഖാദർ ഹെൽമറ്റ് ധരിച്ചിരുന്നില്ല എന്നതും പരുക്ക് ഗുരുതരമാകാൻ കാരണമായി. ശനിയാഴ്ചയാണ് നിലമ്പൂർ പാട്ടുത്സവത്തിന്റെ ഭാഗമായി കാർണിവൽ തുടങ്ങിയത്. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് ഒറ്റപ്പാലം കുടുംബ കോടതിയിൽ എത്തിയ യുവതിക്ക് വെട്ടേറ്റു. മനുഷ്യരി സ്വദേശി സുബിതയ്ക്കാണ് വെട്ടേറ്റത്. ഇവരുടെ ജീവിത പങ്കാളിയായിരുന്ന രഞ്ജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൈകളിൽ ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 11ഓടെ കോടതിക്ക് സമീപത്തായിരുന്നു അപകടം. സുബിതയും രഞ്ജിത്തും പരസ്പര ധാരണയോടെ വേർപിരിയാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ വിവാഹമോചന നടപടികൾ പൂർത്തിയായിരുന്നില്ല. ഇതിനിടെ സുബിത മറ്റൊരു സുഹൃത്തിനൊപ്പം പോയതിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ജലസമൃദ്ധിയുടെ പ്രകൃതിദത്ത കാഴ്ചകൾ ഒരുക്കി സഞ്ചാരികളെ ആകർഷിക്കുകയാണ് ഇടുക്കി മലങ്കര ടൂറിസം ഹബ്ബ്. വേനൽക്കാലം അടുത്തതോടെ മലങ്കരയിൽ എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം കൂടി. അവധി ദിവസങ്ങളിലും മറ്റും സന്ദർശകരുടെ വലിയ തിരക്കാണ് ഡാമിലും പരിസര പ്രദേശങ്ങളിലും ഉള്ളത്. ഇടുക്കിയുടെ കവാടം എന്നറിയപ്പെടുന്ന മലങ്കര ടൂറിസം ഹബ്ബിൽ സഞ്ചാരികളുടെ തിരക്കേറി തുടങ്ങി. കുടുംബവുമൊത്ത് നിരവധി സഞ്ചാരികളാണ് ദിവസേന ഇവിടേക്കെത്തുന്നത്. മുട്ടം, കുടയത്തൂർ, അറക്കുളം, വെള്ളിയാമറ്റം, ആലക്കോട് പഞ്ചായത്തുകൾക്ക് നടുവിലാണ് മലങ്കര ഡാം ഉള്ളത്. വർഷത്തിലെ എല്ലാ ദിവസവും നിറസമൃദ്ധമായ ജലാശയമാണ് മലങ്കരയിലേത്. മൂലമറ്റം പവർ ഹൌസിൽ വൈദ്യുതോൽപാദനത്തിന് ശേഷം പുറന്തള്ളുന്ന വെള്ളമാണ് ഇവിടേക്ക് എത്തുന്നത്. കുട്ടികൾക്കായി പ്രത്യേക പാർക്കും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. നിറഞ്ഞു തുളുമ്പിയ ജലാശയത്തിന് പുറമെ ശാന്തസുന്ദരമായ അന്തരീക്ഷമാണ് ഇവിടേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നത്. വിനോദത്തിനും വിശ്രമത്തിനുമായി എത്തുന്നവർക്ക് വേണ്ടി ഇരിപ്പിടങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സെന്റ് ജോസഫ് കോളേജിന്റെ ഏറ്റവും തൊട്ടടുത്ത് കാണുന്ന ഒരു പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമാണ് മലങ്കര ജലാശയം എന്ന് പറയുന്നത്. ഏറ്റവും അടുത്ത പ്രദേശം തന്നെയാണ്. ഞങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുന്നത് കൊണ്ടും ഞങ്ങൾ ഇന്റർവെൽ സമയത്തൊക്കെ ആണെങ്കിൽ പോലും ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് കൂടുന്നൊരു സ്ഥലം തന്നെയാണിത്. നമ്മുടെ മെന്റൽ റിലീഫിനും എല്ലാത്തിനും ഒരു ഭയങ്കര ഒരു എന്താ പറയുക നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡാമിന്റെ പ്രവർത്തനങ്ങൾ അടുത്തു കാണുന്നതിനും ദൃശ്യങ്ങൾ പകർത്തുന്നതിനും മലങ്കരയിൽ അവസരമുണ്ട്. ജലാശയത്തിന്റെ ഭാഗങ്ങളായ ശങ്കരപ്പള്ളിയിൽ സംസ്ഥാന പാതയോട് ചേർന്ന് വാഹനം നിർത്തി യാത്രക്കാർ ഡാമിലേക്ക് എത്തുന്നതും പതിവാണ്. ഇതിനു പുറമെ കോളപ്ര പാലത്തിൽ നിന്നുള്ള ജലാശയത്തിന്റെയും ചുറ്റുമുള്ള മലനിരകളുടെയും കാഴ്ചകൾ കാഴ്ചക്കാരുടെ മനം കവരും. ന്യൂസ് 18 തൊടുപുഴ. പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം അഴൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങി. പക്ഷിപ്പനി സ്ഥിരീകരിച്ച സ്ഥലത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ള പ്രദേശത്തെ കോഴി, താറാവ് ഉൾപ്പെടെയുള്ള മുഴുവൻ പക്ഷികളെയും കൊല്ലുന്നതിനായി വീടുകളിൽ എത്തി ശേഖരിച്ചു തുടങ്ങി. 3000ഓളം പക്ഷികളെയാണ് കൊല്ലുക. പഞ്ചായത്തിലെ ആൾപ്പാർപ്പില്ലാത്ത പ്രദേശമായ കുഴിയം പുറമ്പോക്ക് ഭൂമിയിൽ ഇവയെ സംസ്കരിക്കും. ഇടുക്കിയിലെ ഏറ്റവും നല്ല മൃഗസംരക്ഷകർക്കും പരിപാലകർക്കും ഉള്ള അംഗീകാരത്തിന് തൊടുപുഴ സ്വദേശികളായ കീർത്തിദാസും മഞ്ജു ഓമനയും അർഹരായി. തെരുവ് നായ്ക്കളെയും മുറിവേറ്റ മറ്റു മൃഗങ്ങളെയും സ്വന്തം വീട്ടിൽ പരിചരിക്കുന്നവരാണ് ഇവർ. ഉപേക്ഷിക്കപ്പെട്ട 40ഓളം നായ്ക്കളെയാണ് ഇവർ വാടക വീട്ടിൽ സംരക്ഷിക്കുന്നത്.
മൃഗസ്നേഹം, സാമൂഹ്യ നന്മ, ധാർമ്മികത എന്നിവയ്ക്കുള്ള പ്രവർത്തനത്തിനാണ് സേവ് ദി ആനിമൽസ് ടീമിന്റെ പ്രവർത്തകരും ഇടുക്കിയിലെ ഡോഗ് ക്യാച്ചേഴ്സുമായ കീർത്തിദാസിനും മഞ്ജു ഓമനയ്ക്കും അംഗീകാരം ലഭിച്ചത്. മിണ്ടാപ്രാണികളായ നായ്ക്കളെ ഉൾപ്പെടെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി മരുന്നും ഭക്ഷണവും നൽകിക്കൊണ്ടാണ് ഇവർ സംരക്ഷിക്കുന്നത്. കാരുണ്യവും നന്മയും നിറഞ്ഞ പ്രവർത്തനത്തിലുള്ള അംഗീകാരം മന്ത്രി ചിഞ്ചു റാണിയിൽ നിന്നും ഇവർ ഏറ്റുവാങ്ങി. 10 വർഷത്തോളമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഉപയോഗത്തിനു ശേഷം ഉപേക്ഷിക്കപ്പെട്ട ബ്രീഡ് നായ്ക്കളെയും വണ്ടിയിടിച്ചും മുറിവേറ്റും അല്ലാതെയും അലയുന്ന നായ്ക്കൾ, പൂച്ചകൾ എന്നിവയെയും സ്വന്തം റിസ്കിൽ സംരക്ഷിക്കുകയാണിവർ. ഈ തെരുവീന്ന് കിട്ടിയിട്ട് കൊണ്ടുപോയി വളർത്തി പോണ വഴിക്കൊക്കെ കണ്ടിട്ട് എടുത്തുകൊണ്ട് വന്ന് ബസ്സിൽ ഒരു വാവലിനെ പോലും എടുത്തുകൊണ്ട് വന്ന് മൃഗാശുപത്രി കൊണ്ടുപോയി കൊടുത്ത് ചികിത്സിച്ചിട്ടുണ്ട്. അന്ന് ഡോക്ടർ പറഞ്ഞത് ഇതൊക്കെ ഭയങ്കര വിഷയമായിട്ടോ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അതുപോലുള്ളൊരു ഇതിൽ നമ്മൾ കടന്നു വന്നുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്നാണ് നമുക്ക് ഈ സ്ട്രീറ്റ് ഡോഗുകൾ ഒത്തിരി കണ്ടമാനം അധികമായിട്ട് അപകടത്തിൽപ്പെടാൻ നമുക്ക് വന്നത്. അപ്പോൾ ഒത്തിരി പേര് നമ്മളെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ഇതൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞ് മൃഗാശുപത്രിയിൽ നിന്ന് തന്നെ ഒത്തിരി പേർക്ക് നമ്പർ കൊടുത്തു. 40ഓളം നായ്ക്കളും പൂച്ചകളും ഇവരുടെ പരിചരണത്തിൽ കഴിയുന്നുണ്ട്. വാടക വീട്ടിൽ ഇത്രയും മൃഗങ്ങളെ പാർപ്പിക്കുന്നതിന്റെ അസൗകര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും എന്നെങ്കിലും ഈ മിണ്ടാപ്രാണികൾക്ക് സ്വന്തമായി ഒരു ഷെൽട്ടർ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. ന്യൂസ് 18 ഇടുക്കി. തൃശൂരിൽ 2 വ്യത്യസ്ത അപകടങ്ങളിൽ 1 മരണം, 3 പേർക്ക് പരിക്ക്. 2 പേരുടെ നില ഗുരുതരമാണ്. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടങ്ങൾ ഉണ്ടായത്. താമരശ്ശേരി ചുരത്തിൽ മാലിന്യം നിറയുമ്പോഴും അധികൃതർക്ക് അനക്കമില്ല. ചുരം വ്യൂ പോയിന്റിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം കുന്നുകൂടുകയാണ്. മാലിന്യം നിക്ഷേപിക്കുന്ന കൊട്ടകൾ നിറഞ്ഞു കവിഞ്ഞാലും നീക്കം ചെയ്യാറില്ല എന്നും പരാതിയുണ്ട്. ദിവസവും ആയിരക്കണക്കിന് സഞ്ചാരികളാണ് താമരശ്ശേരി ചുരം വഴി കടന്നുപോകുന്നത്. ഏറെ പേരും ചുരത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ചാണ് മടങ്ങിപ്പോകുന്നതും. ഇവർ വലിച്ചെറിയുന്ന മാലിന്യമാണ് ഇപ്പോഴത്തെ തലവേദന. ചുരം വ്യൂ പോയിന്റിൽ ഉൾപ്പെടെ പ്ലാസ്റ്റിക് മാലിന്യം കുന്നുകൂടുകയാണ്. വ്യൂ പോയിന്റിൽ നിന്ന് വനപ്രദേശത്തേക്ക് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ ഉൾപ്പെടെ പ്രകൃതിയെ നശിപ്പിക്കുകയാണ്. മാലിന്യം നിക്ഷേപിക്കാൻ അധികൃതർ പലയിടങ്ങളിലും പെട്ടി സ്ഥാപിച്ചിട്ടുണ്ട്. ഇതെല്ലാം നിറഞ്ഞു കവിഞ്ഞു. മാലിന്യം നീക്കം ചെയ്യാൻ ഒരു നടപടിയും ഉണ്ടാവാറില്ല. ആരാണ് നീക്കം ചെയ്യേണ്ടത് എന്നതിൽ പോലും തർക്കമാണ്. വിദ്യാർത്ഥികളും സന്നദ്ധ സംഘടനകളും വല്ലപ്പോഴും നടത്തുന്ന ശുചീകരണമാണ് ആകെയുള്ള ആശ്വാസം. ചുരം മാലിന്യമുക്തമാക്കാൻ ഗ്രാമപഞ്ചായത്ത് അധികൃതർ മുൻകൈയെടുക്കണമെന്നാണ് ആവശ്യം. അത് ചുരത്തിന്റെ താഴ്വാരത്തുള്ള 100 കണക്കായ കുടുംബങ്ങളുടെ കുടിവെള്ളം ഉൾപ്പെടെ സുരക്ഷിതമാക്കുകയും ചെയ്യും. ന്യൂസ് 18 താമരശ്ശേരി. ശ്രീമുത്തപ്പൻ വെള്ളാട്ടം തിരുവപ്പന മഹോത്സവം കൊച്ചിയിൽ നടന്നു. എറണാകുളം ശ്രീമുത്തപ്പൻ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. മലയിറക്കൽ ചടങ്ങോടെ ആരംഭിച്ച ഉത്സവ പരിപാടികൾ തിരുമുടിയിറക്കലോടെ സമാപിച്ചു. പള്ളിവേട്ടയിലും തിരുമുപ്പ ദർശനത്തിനുമായി നിരവധി ഭക്തരാണ് എത്തിയത്. കഴിഞ്ഞ 17 വർഷമായി ആചാരാനുഷ്ഠാന വിധിപ്രകാരമാണ് മഹോത്സവം സംഘടിപ്പിക്കുന്നത്. ഉത്തര മലബാറിൽ ഇത് തെയ്യക്കാലമാണ്. ബ്രാഹ്മണ പൂജയ്ക്കൊപ്പം തെയ്യം കെട്ടിയാടുന്ന ഒരു ക്ഷേത്രമുണ്ട് കണ്ണൂരിൽ. ബ്ലാത്തൂർ വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിലെ തെയ്യക്കാഴ്ചകൾ കാണാം. വളരെ പണ്ടുള്ള ഒരു കഥയാണ്. ക്ഷേത്രം അധികാരികൾ ആയിരുന്ന ബ്രാഹ്മണ കുടുംബത്തിന് ക്ഷേത്രത്തിലെ നിത്യപൂജകൾ നടത്താൻ പോലും വകയില്ലാതെയായി. ഇല്ലം ക്ഷയിച്ചാലും ക്ഷേത്രം ക്ഷയിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ദേശത്തെ ചെമ്പകശ്ശേരി തറവാട്ടുകാർക്ക് ക്ഷേത്രത്തിൻ്റെ ചുമതല കൈമാറി. ബ്രാഹ്മണർ അല്ലാത്ത യാദവ സമുദായത്തിൽപ്പെട്ട ചെമ്പകശ്ശേരി തറവാട്ടുകാർ നിത്യപൂജകൾ മുടക്കം കൂടാതെ നടത്താൻ തയ്യാറായി. ഉത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ തെയ്യം അടിയന്തരമാണ് നടത്തുന്നത്. മറ്റുള്ള ക്ഷേത്രാചാരങ്ങളില്ല. അതുകൊണ്ടാണ് ഇവിടെ 2 അടിയന്തരമായിട്ട് നടക്കുന്നത്. അകത്തും പുറത്തും ഒരേ പ്രാധാന്യമാണ്. ശൈവവും വൈഷ്ണവമാണ്. പക്ഷേ ശൈവ ആചാരപ്രകാരമാണ് ഇവിടെ പൂജകൾ നടക്കുന്നത്. വർഷങ്ങൾ പിന്നീട് പലതും കഴിഞ്ഞു. ചെമ്പകശ്ശേരി തറവാട്ടുകാർക്കൊപ്പം നാട്ടിലെ 9 തറവാട്ടുകാരും ക്ഷേത്രം ചുമതലയിൽ ഭാഗവാക്കായി. നിത്യപൂജ ചെയ്യുന്നത് ബ്രാഹ്മണൻ ആണെങ്കിലും ക്ഷേത്രത്തിലെ കഴകവും മറ്റും ചെയ്യുന്നത് മറ്റിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി യാദവ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ ആണ്. നിത്യപൂജയുള്ള ക്ഷേത്രത്തിൽ തെയ്യം കെട്ടിയാടൽ തുടങ്ങിയത് എപ്പോഴാണ് എന്നൊന്നും ഈ തലമുറയിൽപ്പെട്ടവർക്ക് അറിയില്ല.
കാലം മുതലാണ് തെയ്യവും പിന്നെ കെട്ടിയാടുന്നതെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ തെയ്യവും ബ്രാഹ്മണവും ഒരേ സമയം വരുന്നൊരു സ്ഥിതി വന്നിട്ടുള്ളത്. ഇവിടെ അതിൻ്റെ ശേഷം ഈ ചമ്പശ്ശേരി തറവാട് കൂടാതെ 9 തറവാട്ടുകാർ അവരുടെയാണ് ഇതിൻ്റെ പിന്നെ ഒരാളെ സ്ഥാനത്ത് നിന്നിട്ട് ക്ഷേത്രം നടത്തിപ്പ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ആ തറവാട്ടുകാർ കൂടി ഒരു കമ്മിറ്റിയായിട്ടാണ് നടത്തി വരുന്നത്. വിശാലമായ വയൽപ്രദേശത്തോട് ചേർന്നാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മുത്തപ്പൻ മടപ്പുരയിൽ നിന്നുള്ള കെട്ടുകാഴ്ച വരവും വെടിക്കെട്ടും കഴിഞ്ഞാണ് വേട്ടയ്ക്കൊരു മകൻ, ഊർപ്പഴശ്ശി എന്നീ തെയ്യങ്ങളുടെ പുറപ്പാട്. പുലർച്ചെ 4 മണിയോടെ തിരുമുറ്റത്തെത്തുന്ന തെയ്യങ്ങൾ വെയിലിന് കാഠിന്യമേറുന്നതിനു മുമ്പേ അരങ്ങൊഴിഞ്ഞിട്ടുണ്ടാകും. ഒട്ടേറെ ക്ഷേത്രങ്ങളും തെയ്യക്കാവുകളും കൊണ്ട് സമ്പന്നമായ ബ്ലാത്തൂർ ദേശത്തിന് കാവലായി വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രം തലയുയർത്തി നിൽക്കുന്നു. ശ്രീനി ആലക്കോട്, ന്യൂസ് 18 കണ്ണൂർ. കായംകുളം നഗരസഭ 22ാം വാർഡിൽ നിർമ്മിച്ച മാതൃകാ അങ്കണവാടിയുടെ ഉദ്ഘാടനം നടന്നു. യു പ്രതിഭ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൌൺസിലറും നഗരസഭാ ചെയർപേഴ്സണുമായ P. ശശികല അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യനീതി, വനിതാ ശിശുവികസന വകുപ്പിൽ നിന്നും 26 ലക്ഷത്തോളം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ശിശു സൌഹൃദമായ ഒരു നില കോൺക്രീറ്റ് കെട്ടിടത്തിൽ ഓപ്പൺ വരാന്തയും ഹാളും കിച്ചണും സ്റ്റോറും ടോയ്ലറ്റും സജ്ജമാക്കിയിട്ടുണ്ട്. മുകളിലത്തെ നിലയിൽ കോൺഫറൻസുകൾ നടത്തുന്നതിനായി ട്രസ് വർക്ക്ഷീറ്റ്, ഷീറ്റ് റൂഫ്, ഹാൾ എന്നിവയുടെ പണിയും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ അംഗൻവാടിയിലെ മുൻ അധ്യാപികയായ ശാന്തമ്മ ജി തന്റെ മാതാപിതാക്കളുടെ ഓർമ്മയ്ക്കായി വിട്ടു നൽകിയ 3 സെന്റ് വസ്തുവിലാണ് അങ്കണവാടി കെട്ടിടം പണിതത്. പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിനായിരുന്നു നിർമ്മാണ ചുമതല. നഗരസഭ വൈസ് ചെയർമാൻ J. ആദർശ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാദേവി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S. കേരുനാഥ് അടക്കമുള്ളവർ പങ്കെടുത്തു. ന്യൂസ് 18 കായംകുളം. ഇനി കാർഷിക കേരളം. പത്തൊൻപത് വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം കാർഷിക വൃത്തി ഉപജീവന മാർഗം ആക്കിയിരിക്കുകയാണ് മലപ്പുറം തലക്കാട് തെക്കൻകുറ്റൂർ സ്വദേശി ഇബ്രാഹിം. പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയതെങ്കിലും കൃഷിയെ നെഞ്ചോട് ചേർക്കുകയാണ് ഈ യുവ കർഷകൻ. തെക്കൻകുറ്റൂരിൽ ചാത്തേരി ഇബ്രാഹിമാണ് കൃഷിയിൽ സജീവമായത്. വീട്ടുവളപ്പിലുള്ള 2 ഏക്കറിൽ വെറ്റില, 3.5 ഏക്കറിൽ നെൽകൃഷി, വാഴ, ചേമ്പ്, ചേന തുടങ്ങി ഇടവിള കൃഷിയും ചെയ്യുന്നുണ്ട്. പോത്ത്, ആട്, പശു, താറാവ്, കോഴി, ഗിനിപിഗ് എന്നിവയും ഇവിടെ വളർത്തുന്നുണ്ട്. ഇവയുടെ വിൽപ്പന ഓൺലൈനായാണ്. പിതാവ് മരിച്ചതോടെ പിതൃസഹോദരൻ ഹംസയാണ് ഇബ്രാഹിമിനെ കാർഷിക മേഖലയിലേക്ക് അടുപ്പിച്ചത്. കൃഷിയോടുള്ള ഇഷ്ടം മൂലം 19 വർഷത്തെ പ്രവാസത്തിന് ശേഷം നാട്ടിൽ മടങ്ങിയെത്തി കാർഷിക മേഖലയിൽ സജീവമായി. ആദ്യം പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയതെങ്കിലും 8 വർഷത്തോളം നീണ്ട കഠിനാധ്വാനം വെറുതെയായില്ല. കർഷകർ, കൃഷിക്കാർ എന്നുള്ള നിലയ്ക്ക് എല്ലാവരും ആ ഫീൽഡ് ഒഴിവായിട്ടുള്ളൊരു എന്നാണ് കാണുന്നത്. നമ്മൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ കർഷകർക്കുള്ള ഒരു പാഠം ഞാൻ പറയുന്നത്, ഞാൻ 19 വർഷം പ്രവാസിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇതിൽ വന്ന് നമ്മളെ അധ്വാനം വേണം, മടിച്ചിരിക്കാൻ പാടില്ല. എന്നാൽ കൃഷി നല്ലൊരു മുതൽക്കൂട്ട് തന്നെയാണ്. കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ചെടികൾ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണിത്. സഹോദരി പുത്രനും +2 വിദ്യാർത്ഥിയുമായ അജ്സൽ, ഭാര്യ റഹിയാനത്ത് എന്നിവരാണ് ഇബ്രാഹിമിന് സഹായം. ന്യൂസ് 18 തിരൂർ. ഓർമ്മയിൽ കാടുള്ള മൃഗം എന്ന കവിതയുടെ കലാസൃഷ്ടി കാണാൻ കവി സച്ചിദാനന്ദൻ നേരിട്ടെത്തി. കാസർഗോഡ് ചെമ്മനാട്ടെ അനന്തകൃഷ്ണനാണ് വീടിന്റെ ചുമരിൽ കവിതയ്ക്ക് ദൃശ്യാവിഷ്കാരം ഒരുക്കിയത്. തൃശൂരിലെ സ്കൂൾ ഓഫ് ഡ്രാമയിലെ പഠനകാലത്ത് മനസ്സിൽ ചേക്കേറിയ കവിതയ്ക്ക് ചുമർ ശില്പം ഒരുക്കുകയായിരുന്നു അനന്തകൃഷ്ണൻ. സിമന്റ് ഉപയോഗിച്ച് അക്രലിക് പെയിന്റിൽ മനോഹരമാക്കിയ ശില്പത്തിൽ കവിതയിലെ വരികൾ ഒരുപോലെ സമന്വയിക്കുന്നു. ഇങ്ങനൊരു ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളിപ്പോൾ വീട്ടിൻ്റെ മുന്നിലൊക്കെ ഒന്നെങ്കിൽ കാണുക വളരെ ഫിനിഷ്ഡ് ആയിട്ടുള്ള, വളരെ രസകരമായിട്ട് ആൾക്കും കാണുമ്പോൾ ഇഷ്ടം തോന്നുന്നൊക്കെ കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതിൽ വായിച്ചെടുക്കാനോ പെട്ടെന്ന് ചിന്തിക്കാനോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പ്രഷൻ്റെ അപ്ലൈയിങ് കൂടിയാണ്. കവിതയുടെ സൃഷ്ടാവും
കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ കവി സച്ചിദാനന്ദൻ ചുമർ ശില്പം കാണാൻ ചെമ്മനാട്ട് വീട്ടിലെത്തി. ഓർമ്മയിൽ കാടുള്ള മൃഗം എളുപ്പം മെരുങ്ങുകയില്ല. എൻ്റെ ഓർമ്മയിൽ കാടുകളുണ്ട്, എൻ്റെ ഓർമ്മയിൽ കാടുകളുണ്ട്. വളരെ നല്ലൊരു മാസ്റ്റർ പീസ് തന്നെയാണ് വാസ്തവത്തിൽ ഇത്. ആ കവിതയായിട്ട് ഒക്കെ ബന്ധമുണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷേ ആ കവിതയായിട്ട് ബന്ധപ്പെടുത്തിയില്ലെങ്കിൽ പോലും ഒരു ഒന്നാം തരം ചിത്രമാണത്. 1 മാസം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കവിതയുടെ ചുമർ ശില്പമൊരുക്കിയത്. ന്യൂസ് 18 കാസർഗോഡ്. കാസർഗോഡ് ബേനൂരിലെ അഞ്ജുശ്രീയുടെ മരണം ആത്മഹത്യ എന്ന് പ്രാഥമിക നിഗമനം. മൊബൈൽ ഫോൺ വിവരങ്ങളും ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തു. അതേസമയം മരണത്തിലെ ദുരൂഹത അകറ്റണമെന്നാവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തി. കാസർകോട്ടെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചതിനെ തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളാണ് അഞ്ജുശ്രീയുടെ മരണത്തിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് മരണം ആത്മഹത്യയാണെന്ന് തിരിച്ചറിഞ്ഞത്. വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അഞ്ജുശ്രീയുടെ മൊബൈൽ ഫോണും ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെത്തി. ആത്മഹത്യാക്കുറിപ്പിൽ മാനസിക സമ്മർദ്ദം മൂലം മരിക്കുന്നു എന്നാണ് കുറിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നാണ് ആത്മഹത്യ എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിഷബാധയേറ്റാണ് മരണം സംഭവിച്ചതെന്ന് കണ്ടെത്തിയിരുന്നു. രാസപരിശോധനാ ഫലം ലഭിച്ചതിനു ശേഷം മാത്രമേ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണമുണ്ടാകൂ. പെൺകുട്ടിയുടെ ബന്ധുക്കളും മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പോലീസ് ഇതും കൂടി പരിഗണിക്കേണ്ടതാണ്. 2-ാം തീയതി മുതൽ ഈ കുട്ടി ചികിത്സയിലുമായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന പോലീസ് തന്നെയാണ്. പുറത്തുവന്ന വിവരങ്ങൾ ആരോഗ്യവകുപ്പിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിനും ആശ്വാസം പകരുന്നതാണ്. KV ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. മകരവിളക്കിനൊരുങ്ങി സന്നിധാനം. ശബരിമലയിൽ മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മകരവിളക്ക് ഉത്സവത്തിന് നട തുറന്നപ്പോൾ മുതൽ വൻ ഭക്തജന തിരക്കാണ്. ജനുവരി 14 വരെ ദിവസവും 1 ലക്ഷത്തിലേറെ തീർത്ഥാടകർ എത്തുമെന്നാണ് വിലയിരുത്തൽ. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ട്. മകരജ്യോതി ദർശനത്തിനെത്തുന്ന ഭക്തർ സന്നിധാനത്ത് ക്യാമ്പ് ചെയ്ത് ഭക്ഷണം പാകം ചെയ്യുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തർ വലിയ പാത്രങ്ങൾ പമ്പയിൽ നിന്ന് കൊണ്ടുവരുന്നതിനും സന്നിധാനത്തെ കടകളിൽ വിൽക്കുന്നതിനും നിരോധനമുണ്ട്. ഇടുക്കി മരിയാപുരം പഞ്ചായത്ത് ഓഫീസിലെ ജീവനക്കാരെ അസഭ്യം പറഞ്ഞ സംഭവത്തിൽ പോലീസ് പ്രതികളെ സംരക്ഷിക്കുന്നതായി പരാതി. പോലീസ് ഇടപെടലുകൾ പ്രതികൾക്ക് സഹായം ചെയ്യുന്ന തരത്തിലാണ് എന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയും ജീവനക്കാരും ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് മരിയാപുരം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ജീവനക്കാർക്ക് നേരെ മദ്യപാന്മാർ അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. ജീവനക്കാർ പോലീസിൽ പരാതി നൽകി. എന്നാൽ പ്രതികളിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്ത് ഉടൻ വിട്ടയച്ചുവെന്നാണ് പരാതി. ഇയാൾ തിരികെ എത്തി വീണ്ടും അസഭ്യം വിളിച്ചുവെന്നാണ് ജീവനക്കാർ പറയുന്നത്. ഈ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ വ്യക്തിയെ വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയ വ്യക്തി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം ഇവിടെ വന്നിരുന്ന് വീണ്ടും അസഭ്യവർഷം നടത്തുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. നമ്മൾ പോലീസിലേക്ക് പരാതി മെയിൽ ചെയ്ത് കൊടുത്തു. പിന്നെ തുടർ നടപടികൾക്കായിട്ട് സമയം ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. സംഭവത്തിൽ പഞ്ചായത്ത് ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും പ്രതിഷേധം സംഘടിപ്പിച്ചു. കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നടപടിയാണ് പോലീസ് എടുത്തതെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയ് പറഞ്ഞു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇവിടെ ഇറങ്ങി വന്നുകയും പോലീസ് സഹായം അഭ്യർത്ഥിക്കുകയും ഞങ്ങൾ ചെയ്തു. പക്ഷേ പോലീസ് വന്നത് ഏകദേശം 1/4 മണിക്കൂറിന് ശേഷമാണ് പോലീസ് ഇവിടെ ഞങ്ങൾക്ക് സഹായമായിട്ട് വന്നത്. വന്നെങ്കിലും അവർ ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങാനോ ഞങ്ങളുടെ പരാതി വേണ്ട വിധം പരിഹരിക്കാനോ അവർ ശ്രമിച്ചില്ല. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം പാറ്റൂരിലെ ഗൂണ്ടാ ആക്രമണത്തിൽ കേസെടുത്ത് പോലീസ്. ഓംപ്രകാശും സുഹൃത്തുക്കളും മുട്ടട സ്വദേശി മിഥുന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെയാണ് ആക്രമിച്ചത്. ഞായറാഴ്ച പുലർച്ചെയായിരുന്നു ആക്രമണം. എതിർ സംഘത്തിൽ ഉള്ളവർ ഓംപ്രകാശിന്റെ സംഘത്തിൽപ്പെട്ട ആളുകളുടെ വീട് നേരത്തെ ആക്രമിച്ചിരുന്നു. ഇതിന്റെ പ്രതികാരമാണ് പാറ്റൂരിൽ നടന്നത്. മിഥുന്റെ സംഘത്തിൽ ഉള്ളവരെ മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തു. ഓംപ്രകാശിനും സംഘത്തിനുമെതിരെ പേട്ട പോലീസ് കേസെടുത്തു. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.